ഫ്രണ്ട്സ്, നമ്മളിന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഫുൾ ഗ്രിൽഡ് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് ഞാൻ തലേദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം തലേദിവസത്തെ തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും ചിക്കൻ മാറിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ചിക്കനിലേക്ക് എല്ലാ മസാലയും ആഡ് നമ്മളിന്നൊരു മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഹോൾ സ്പൈസസ് ഇട്ടതെന്ന് വെച്ചാൽ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, അതൊക്കെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഇതിനകത്ത്. അതോടൊപ്പം തന്നെ ഞാനിവിടെ മന്തി മസാല ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ലുലു മാളിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂൺ ഇട്ടു. നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനൊരു അല്പം കൂടി ഇട്ട് കാണിക്കാം. ഇതാണ് മന്തി മസാല. ഇതിങ്ങനെ പൊടിച്ചതാണ്. അപ്പോൾ പൊടിച്ച് നമുക്ക് തൂക്കി കിട്ടുന്നതാണ്. 100 ഗ്രാം 200 ഗ്രാം അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. ലുലു മാളിൽ, ഇവിടെ ബാംഗ്ലൂരിലെ M5 മാളിൽ ഉള്ള ലുലു മാളാണത്. ഇനി ഇതിനോടൊപ്പം നമുക്ക് ഒരു ഉണക്കനാരങ്ങ ഇടാം. അതോടൊപ്പം തന്നെ നമുക്ക് മാഗി ക്യൂബ്സും കൂടെ ഇടാം. ഇതിനകത്ത് മാഗി ക്യൂബ്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഞാൻ വെറുതെ ഇടുകയാണ്. അപ്പം ഇതിനകത്ത് ഇനി ഒരല്പം നെയ്യും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അല്ല 2 വലിയ കപ്പ 2 വലിയ കപ്പിന് 4 ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. ഇത് ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. അപ്പം അത് പെട്ടെന്ന് കറക്റ്റായിട്ട് വെന്ത് പറ്റിയിരുന്നോളും. ഒരുപാട് വെന്തും പോകത്തില്ല, കറക്റ്റായിട്ട് വരും. പിന്നെ വലിയ കപ്പിന് പകരം നമ്മൾ ചെറിയ ഗ്ലാസ്സിനാണ് വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓവർ കുക്ക്ഡ് ഒന്നും ആകത്തില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ മാഗി ക്യൂബ്സ് ഇട്ട് നാരങ്ങയും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മാഗി ക്യൂബ്സ് ഇട്ടുന്നുണ്ട്. മാഗി ക്യൂബ്സ് ഇട്ടു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. കല്ലുപ്പാണ് ഞാനിടുന്നത്. നെയ്യ് ഏകദേശം ലാസ്റ്റ് ആറാകുമ്പോൾ ഇട്ടാൽ മതി. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് വെള്ളം വറ്റുമ്പോൾ തനിയെ റെഡി ആയിക്കോളും. അതാണ്. ഇത് ഒരു സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ മസാല ഇത് തിളയ്ക്കുമ്പോൾ എല്ലാം റെഡി ആയിക്കോളും. അപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കട്ടെ. മാഗി ക്യൂബ്സൊക്കെ ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മന്തി മസാലയും കൂടെ കട്ട ഉണ്ടായിരുന്നതെല്ലാം പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഞാനിതിലേക്ക് ഇടിച്ച മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് 2 ടൊമാറ്റോ സോസും കൂടി ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ചെയ്യാം. ചിക്കനൊക്കെ ഇവിടെ ഞാൻ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കനുള്ള മാറിനേഷനുള്ള ഇതായി. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഫുൾ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ ചിക്കൻ മാറിനേഷനൊക്കെ കഴിഞ്ഞ് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് ആ ഒരു മസാലയ്ക്ക്. കാരണം ഞാൻ ടൊമാറ്റോ സോസ് ഇട്ടു. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ചതച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വരുന്നുണ്ട്. അതും കൂടാതെ നമ്മുടെ മറ്റ് മസാലകളെല്ലാം വളരെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഇതിന് കൊടുക്കും. അപ്പം നാരങ്ങ നീരൊന്നും തൈരൊന്നും ചേർക്കേണ്ട, കാരണം നമ്മൾ ടൊമാറ്റോ സോസ് ഇട്ട് അതിൻ്റെ ചെറിയൊരു പുളിയുണ്ട്. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടെ നമുക്ക് സോസൊക്കെ ഒന്ന് പുരട്ടി കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏതായാലും ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. ഇതിനെ ചിക്കനിലേക്കെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ വെക്കാം. നമുക്കതിന് ശേഷം ഇതിനെ ഗ്രില്ല് ചെയ്യാം. എയർ ഫ്രയറിലോ അല്ലെങ്കിൽ മൈക്രോവേവിലോ ചെയ്യാം. നമ്മുടെ റൈസ് എത്രയെന്ന് നോക്കാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. വെന്തിട്ടുണ്ട്, കണ്ട കറക്റ്റായിട്ട് വെന്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തേക്കാം. ഇതിനകത്ത് കുറച്ച് നെയ്യ് മീത്ത രീതിയിലാണത് റെഡി ആയേക്കുന്നത്. എന്താ ഫ്ലേവർ! ആവി ഇറക്കുന്ന മന്തി റൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും വെന്ത് പോയിട്ടില്ല, എല്ലാം കറക്റ്റ് വേവാണ്. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ ഏതെല്ലാം ഗ്രില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മന്തി സർവിങ് ഡിഷിലേക്ക് ആക്കാം. ഞാൻ ഫ്രഞ്ച് ഫ്രൈസിനുള്ള പൊട്ടറ്റോയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ഒരു മാറിനേഷൻ കൊടുക്കണം. നമുക്ക് സാധാ മാറിനേഷൻ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറിനേഷൻ കൊടുക്കാം. കുറച്ച് എരിവ് വേണമെങ്കിൽ ചില്ലി പൗഡറൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കോൺഫ്ലവർ കോട്ട് ചെയ്തെടുത്താൽ മതി. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ആയിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇടാം. എല്ലാം കുറച്ച് മതി. മഞ്ഞൾപ്പൊടി മതി. പിന്നെ ഞാൻ ഇടുന്നത് ഇറ്റാലിയൻ സീസണിങ്ങിൻ്റെയും കൂടെ ഇടുന്നുണ്ട്, പിസ്സ സീസണിങ്ങിൻ്റെ. ഇതൊന്ന് മാറിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ മാറിനേഷനൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ ഏകദേശം 1 മണിക്കൂർ ഇരുന്നു. ഇനി നമ്മളിതിനെ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഞാൻ മൈക്രോവേവിലാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൈക്രോവേവിൽ നമുക്ക് സ്റ്റീൽ പാത്രം വെക്കണ്ട. അപ്പോൾ അതിന് ഞാനൊരു
നമ്മുടെ കേക്ക് ടിന്നാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ആ കേക്ക് ടിന്നിലേക്ക് ആക്കിയിട്ട് നമുക്ക് മൈക്രോ പ്ലസ് ഗ്രില്ല് മോഡിലിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അതിനെ അങ്ങോട്ടാക്കട്ടെ. ഞാൻ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്രോവേവിലേക്ക് വയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മൈക്രോവേവിൽ വെച്ചിട്ടുണ്ട്. അത് ഗ്രില്ലായിട്ട് ആകാനായിട്ടാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. റീസെറ്റ് ചെയ്തിട്ട് കാണിക്കാം. അതായത് മൈക്രോ പ്ലസ് ഗ്രിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളതിൽ പ്രസ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മിനിറ്റ് വേണമെന്നുള്ളത്. അപ്പോൾ ഒരു 5, 6, 7, 8, 10 മിനിറ്റ് വെക്കാം. 9, 1, 10. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എക്സ്പ്രസ് സ്റ്റാർട്ടാണ്. ആവട്ടെ. ഏകദേശം ഇത് 5 മിനിറ്റാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കിയിട്ട് ചെയ്യാം. അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും സോസസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അതവിടെ ഇരുന്ന് നമ്മുടെ ഗ്രിൽ മോഡിലിരുന്ന് ആവട്ടെ കേട്ടോ. ഞാനിത് ഒരു 9 മിനിറ്റ് ഒരു 10-15 മിനിറ്റ് ആയിപ്പോൾ ഒരു സൈഡ് തന്നെ. ഇനി നമ്മൾ ഇതിനെ ഒന്ന് തുറന്നിട്ട് തിരിച്ചു വെക്കാം. ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് ഇനി ഫ്ലിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സൈഡ് വെക്കാം. താഴെ നിന്ന് വേഗം എന്നിരുന്നാലും നമുക്ക്, കാരണം ഞാൻ മൈക്രോ പ്ലസ് ഗ്രില്ലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഞാൻ ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ഒന്നുകൂടെ ഗ്രിൽ ചെയ്തെടുക്കാം മറ്റേ സൈഡ്. ഞാനിത് ഫ്ലിപ്പ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഗ്രില്ലിനകത്ത് വെക്കാം. സെയിം പ്രൊസീജിയർ. 20 മിനിറ്റ്സാണ് വേണ്ട. ഞാനിപ്പോൾ 15 മിനിറ്റ് വീതം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും ഒരു 15 മിനിറ്റ് അങ്ങനെ വെക്കാം. മൈക്രോ പ്ലസ് ഗ്രില്ല് 1, 2, 3, 4, 5, 6, 7, 8, 9 വെച്ചിട്ട് പിന്നെ 5 കൂടെ വെക്കാം. അപ്പം ഇതിനകത്ത് സ്റ്റാർട്ട് എക്സ്പ്രസ് കുക്കാണ്, അത് ഓണാക്കാം. അപ്പോൾ ഇത് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ആവട്ടെ. നമ്മൾ ഓണിയൻ സാലഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ ഗ്രിൽഡ് ചിക്കനൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓണിയൻ സാലഡാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം അനുസരിച്ച് കുറച്ച് വിനാഗിരി ഉപ്പ് ഇട്ട് ഇതിൻ്റെ ഒരു നീരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ അസിറ്റിക് ആസിഡ് വിനാഗിരി ആണ് ഡയലൂട്ടഡ് ആണ് ഒഴിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഞരടി കളഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി അതുപോലെ തന്നെ ഒലിവ് ഓയിലൊക്കെ ഇടാം. അപ്പോൾ ഇത് ഞാൻ ഉപ്പിട്ടൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഉപ്പും വിനാഗിരിയിട്ടൊക്കെ ഇത് സ്ക്വീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി ഇടാം. ഇവിടെ ഇങ്ങനെ മുളക് പൊടിയാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ പച്ചമുളകല്ലേ, ഇവിടെ മുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടുണ്ട്. ഇനി ഒലിവ് ഓയിലും കൂടി ചേർത്താൽ മതി. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഓണിയൻ സാലഡ്, നമ്മൾ ഗ്രില്ല് ചിക്കനൊക്കെ നമ്മൾ പുറത്ത് നമ്മുടെ ഗ്രില്ല് ചിക്കൻ്റെ സാലഡ്, ഓണിയൻ സാലഡ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് നമ്മളത് ചെയ്യേണ്ടത് ഞാൻ എയർ ഫ്രയറിൽ അല്ലെങ്കിൽ ഗ്രില്ലിൽ തന്നെ വെച്ച് ചെയ്യുക. നമ്മൾ ചിക്കൻ എടുത്തതിന് ശേഷം ഗ്രില്ലിൽ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഉപ്പൊക്കെ ഉണ്ട്, എല്ലാ ആവശ്യത്തിനുണ്ട്. നമുക്ക് ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഞാൻ മയണൈസ് ഉണ്ടാക്കുന്നില്ല. കേർഡ് എടുത്തിട്ട് അതിനകത്ത് ജീരകപ്പൊടി ഉപ്പൊടി ഇട്ടെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മന്തിക്കുള്ള കോമ്പിനേഷനാണ് ഗ്രിൽഡ് ചിക്കൻ വിത്ത് സാലഡ്സ്. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ എന്തായാലും നോക്കിയിട്ട് വരാം. ചിക്കൻ 9 മിനിറ്റ് ആകാൻ ഇനി ഒരു 3-3.5 മിനിറ്റ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ വെക്കണം. അപ്പോഴാണ് 2 സൈഡ് ഏകദേശം ആവുന്നത്. ഗൈസ്, നമ്മുടെ ചിക്കനൊക്കെ ഗ്രില്ലായി. ഇതിനെ നമുക്ക് എടുക്കാം. ഇതാണ് ചിക്കൻ ഗ്രില്ലായി. അപ്പോൾ ഇനി അതിന് അപ്പം ചിക്കനൊക്കെ കുത്തി നോക്കി നല്ലതായിട്ട് വെന്ത് ഇറങ്ങി പോകുന്നുണ്ട്. അതാണ് ചിക്കൻ്റെ കറക്റ്റ് വേവ്. ഉണ്ടോ?
കാരണം നമ്മൾ ഗ്രില്ല് പ്ലസ് മൈക്രോയിൽ ഇട്ടാണ് വെച്ചേക്കുന്നത് ഉണ്ടോ. ഇനി ഇതിനെ നമുക്ക് സെർവിങ് ഡിഷിലാക്കാം. ബാക്കിയുള്ള സൂപ്പ് നമുക്ക് സൂപ്പായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റൈസിനിട്ട് ഇളക്കിയെടുക്കാം. ഏത് വേണമെങ്കിലും ചെയ്യാം, മന്തി റൈസാണല്ലോ. പിന്നെ ഇതിലേക്ക് ആക്കട്ടെ. പിന്നെ ഞാനിവിടെ കേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കേർഡും ക്യുമിൻ സീഡിൻ്റെ പൗഡർ, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, അല്പം മുളക് പൊടി ആവശ്യത്തിന് ഇത്രയും ചേർത്ത് വയ്ക്കുകയാണ്. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഒണിയൻ സാലഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ ചിക്കനെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതാണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എൻ്റെ കൂടെ മന്തി റൈസ് ഉണ്ടായിട്ടുണ്ട്, സാലഡ്സ് ഉണ്ട്. മന്തി റൈസ് ഞാൻ ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ ഇതിനകത്ത് ഒഴിച്ച് ഒന്ന് ഇളക്കി വീണ്ടും ഒന്നുകൂടെ ഒന്ന് റൈസിനെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് ചിക്കൻ ക്യൂബ്സും ഉണ്ടല്ലോ. പിന്നെ നമുക്ക് സെർവിങ് ഡിഷിലാക്കി നോക്കാം. നമ്മുടെ റൈസൊക്കെ സെർവ് ചെയ്തു. ഇനി ചിക്കൻ പീസസ് കട്ട് ചെയ്തെടുത്താൽ മതി. സാലഡ് എല്ലാം റെഡിയാണ്. അതുപോലെ തന്നെ ഇവിടെ കോക്കാണ് ഇന്ന് നമുക്ക് ഡ്രിങ്കായിട്ട് എടുത്തേക്കുന്നത്. ഇനി ഫ്രഞ്ച് ഫ്രൈസ് കൂടെ വരാണ്ട്, അത് ഇറ്റ്സ് ഓൺ ദ വേ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കംപ്ലീറ്റ് മീൽ ഈസ് റെഡി. ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ്, ഗ്രിൽഡ് ചിക്കൻ, റൈസ്, ഓണിയൻ സാലഡ് ആൻഡ് ഓൾസോ കേർഡ് വിത്ത് ക്യുമിൻ സീഡ് ആൻഡ് കോക്ക്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം.